ഹായ് ആൾ, എന്നാണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് വലിയ ടോപ്പിക് ആസച്ച് അങ്ങനെയൊന്നുമില്ല. ഇന്ന് സംസാരിക്കാനുണ്ടല്ലോ ഒരിച്ചിരി ഓഫ് ബീറ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇൻ ദ സെൻസ് ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു ആൻഡ് ഇറ്റ് ലിറ്ററലി ബ്രോട്ട് ടിയേഴ്സ് ഇൻ മൈ ഐസ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു 50s ലേഡി തൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ളൊരു ഫുഡൊക്കെ ഉണ്ടാക്കി അയാൾ ഇറങ്ങാൻ നേരത്തെ എല്ലാം കൊണ്ട് കൊടുക്കുവാണേ. അപ്പോൾ അയാളത് വാങ്ങി എന്നെന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത് കൊടുക്കുകയാണ്. പുള്ളി അതൊന്നും മിണ്ടുന്നില്ല, എടുത്തു വണ്ടിയിൽ കയറി പോയി. വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഭാര്യയോട് പറഞ്ഞു, ഒരുപാട് ദിവസമായി എനിക്ക് ആ ഭക്ഷണം, ആ ഫുഡ് എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുന്നു. നീ അത് ഉണ്ടാക്കിയത് നന്നായി, താങ്ക് യു എന്ന്. അത് ആ പുള്ളിക്കാരിയെ കേട്ടപ്പം ഷി വാസ് സോ ഹാപ്പി. പുള്ളിക്കാരുടെ കണ്ണ് നിറഞ്ഞ് തിരിച്ച് വീട്ടിൽ കയറി വന്നപ്പോൾ പുള്ളിക്കാരുടെ മോള് ചോദിച്ചു, അമ്മ എന്നെ തന്നെ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പ വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പ പറഞ്ഞു എന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ താങ്ക് യു പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു കാര്യത്തിന് ഒരു താങ്ക് യു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇറ്റ് ട്രിഗേർഡ് സംതിങ് ഇൻ. ശരിയല്ലേ? നമ്മളുടെ പല എഫേർട്ടും, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പല എഫേർട്ടും ആരും കാണാതെ പോകാറുണ്ട് ഇല്ലേ? നമ്മളൊരു ദിവസം 100 കാര്യങ്ങളിൽ 99 കാര്യങ്ങളും ചെയ്തിട്ട് അവസാനത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വയ്യ, നമുക്ക് പറ്റില്ല എന്നൊരു നോ പറഞ്ഞു നോക്കി കഴിയുമ്പോൾ ആ ഒരു നോയി കയറി പിടിച്ചിട്ട് ബാക്കി 99 തിങ്സ് വിച്ച് വി ഡിഡ് കറക്റ്റ് അത് കാണാതെ പോകാറില്ലേ? ചിലർക്കെങ്കിലും ഉണ്ടാവും. അപ്രിഷ്യേറ്റ് ചെയ്യുന്നവർ ഉണ്ടാവുന്നവർ വെൽ ആൻഡ് ഗുഡ്, ഭാഗ്യവതികൾ. അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈവൻ നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾക്ക് മറ്റുള്ളവർ ചെയ്തു തരുന്ന കാര്യങ്ങൾ എത്ര പേര് അവരോട് താങ്ക്സ് പറയാറുണ്ട്? ചെറിയ ചെറിയ കാര്യങ്ങളാവാം. നമ്മളിപ്പോൾ കടയിൽ സാധനം മേടിക്കാൻ പോയി, അതെല്ലാം എടുത്ത് ബില്ലടിച്ച് തരുന്ന ആ കുട്ടിയോട് താങ്ക് യു പറയാലോ. എന്ത് കാര്യത്തിനും ഒരു താങ്ക്സ് പറയുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ട്, ഫൈൻ. അവർക്ക് തോന്നുന്നത് എന്താ, അവരെ ഒന്ന് നോട്ടീസ് ചെയ്തു. പറഞ്ഞില്ലെങ്കിലും നമുക്ക് തരും, നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്, അത് അവരുടെ ഡ്യൂട്ടിയാണ്, അതൊരു ചെയ്യും. പക്ഷേ താങ്ക് യു പറഞ്ഞൊന്ന് ചിരിച്ച് കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന ആ ഒരു ചിരി, മേ ബി ഇറ്റ് ക്യാൻ മേക്ക് സമ്മൺസ് ഡേ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ മനസ്സിൽ തോന്നിച്ച ഒരു കുഞ്ഞു കാര്യമാട്ടോ ഞാൻ ഷെയർ ചെയ്തത്. ഇനി മുതൽ നമ്മളുടെ ചുറ്റുമുള്ളവർ നമുക്ക് വേണ്ടി എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു എഫേർട്ടായിക്കോട്ടെ, നമ്മൾ അവരോട് ഒരു താങ്ക് യു പറയുക, ഒന്ന് പുഞ്ചിരിക്കുക, മതി, അത് മതി. ലോകം മുഴുവനും നന്നാക്കാൻ നടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് പറ്റുന്ന, നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരാളുടെയെങ്കിലും മുഖത്ത് ഒരു കുഞ്ഞു പുഞ്ചിരി, ഒരു കുഞ്ഞു സന്തോഷം കൊടുക്കാൻ ശ്രമിച്ചു നോക്ക്. കാരണം എന്താണെന്നറിയാമോ? ചില സമയത്ത് നമ്മളെല്ലാവരും സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് എന്ത് വന്നാലും കൂലുങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴും ദർ ആർ സം വീക്കർ മൊമെൻറ്റ്സ്. ആ മൊമെൻറ്റ്സിൽ വി നീഡ് സം വൺ. എന്തിനാ? നമുക്കൊന്ന് സംസാരിക്കാൻ. മേ ബി നമുക്കൊരു അകാരണമായ സങ്കടം ചില സമയത്ത് വരാറുണ്ട്. എല്ലാ മനുഷ്യരും വീക്കാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ചില സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അതിന് മുകളിലൊരു ചിരിയുടെ മറയൊക്കെ ഇട്ട് ചിലരൊരു ചിരിയുടെ മറയിടും, ചിലർ ഭയങ്കര അറഗൻ്റായിട്ട് ബിഹേവ് ചെയ്യും. ഭയങ്കര ദേഷ്യക്കാരെ കണ്ടിട്ടുണ്ടോ? ഈ ദേഷ്യക്കാരുടെ ഉള്ളിലും എവിടെയോ ഒരു ഹീലാവാത്ത എന്തെങ്കിലും ഒരു കാര്യം കാണും. ഇത് മറയ്ക്കാനുള്ളൊരു മുഖംമൂടി മാത്രമാണ് ഈ ദേഷ്യം. അപ്പോൾ അങ്ങനത്തെ വീക്കർ മൊമെൻറ്റ്സിൽ വി ബാഡ്ലി നീഡ് someone to hold on to. മേ ബി അടുത്തില്ലെങ്കിലും ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഞാനിതിന് എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു, നമ്മളെപ്പോഴും ഫോർവേഡ് ചെയ്യുന്ന ആ നേരം ഉണ്ടെങ്കിൽ ട്രൈ ടു കോൾ യുവർ ഫ്രണ്ട്സ്, ട്രൈ ടു കോൾ യുവർ റിലേറ്റീവ്സ്. ഹൗ ആർ യു? സുഖാണോ?
ഞാൻ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് അറിയാൻ വിളിച്ചതാണ്. ഒരു സെക്കൻഡ് അല്ല, ഒരു മിനിറ്റ് മതി. അത് തരുന്ന സന്തോഷം. ഇപ്പം നമ്മൾ ചിലപ്പം അങ്ങനെ വിളിക്കുമ്പോഴായിരിക്കും ചിലരുടെയൊക്കെ ഇമോഷണലി ഭയങ്കര മോശമായിട്ടിരിക്കുന്ന സമയമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഫോൺ കോള് അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമായാലോ. ഈ പറഞ്ഞ പോലെ ഞാനൊരു ക്രിസ്ത്യനാണ്. സോ ബേസിക്കലി നമ്മൾ പള്ളിയിൽ കാര്യങ്ങൾ പറയില്ലേ, നന്മ ചെയ്യുക എന്നൊക്കെ പറയില്ലേ. ഞാനിപ്പം ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനോ, അയാളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ, അയാളോടൊരു 10 മിനിറ്റ് സംസാരിക്കാനോ എനിക്ക് സമയം കിട്ടാതെ ഞാൻ ലോകത്തിലുള്ള സർവരെയും നന്നാക്കാൻ ശ്രമിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. It's good for nothing. So my dear friends, bring a smile. ആദ്യം നിങ്ങൾ ചിരിക്കണം, എന്നിട്ട് മറ്റുള്ളവരുടെ മുഖത്തും നല്ല ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.